ഒരു തെറ്റിദ്ധാരണയുണ്ട്. എന്താണ് അബ്ദുൾ റഹീമിന് അവിടെ സംഭവിച്ചത് എന്നുള്ളത്? സൗദിയിൽ വേറെ രീതിയിലാക്കി കൊണ്ടുപോയി. വശകല. ഞാനൊരു കാര്യം പറയാം, ഞാനൊരു ഹിന്ദുവാണ്. ഞാനാണ് നിങ്ങൾക്ക് ഇതുവരെ സംസാരിക്കുന്നത്. കാരണം നീ ഇവിടെ പറയുന്നതെന്ന് വെച്ചാൽ വർഗീയതയാണ്. പറഞ്ഞു മനസ്സിലായി. ഹിന്ദുവായ ഞാൻ നിങ്ങൾക്കെതിരെയാണ് സംസാരിക്കുന്നത്. ഈ ഒരു വീഡിയോ ആരും സ്കിപ്പ് ചെയ്യരുത്. ഈ വീഡിയോ പരമാവധി നിങ്ങൾ ഷെയർ ചെയ്തേ പറ്റത്തുള്ളൂ. ഞാൻ എല്ലാ വീഡിയോ പറഞ്ഞ പോലെയല്ല ഈ ഒരു കാര്യം. കാരണം എന്ന് വെച്ചാൽ ഇത് നമ്മുടെ വശകല ടീച്ചർ വന്നിട്ട് ഇപ്പോഴും തോന്നിവാസ കാര്യങ്ങളാണ് സംസാരിക്കുന്നത്, പോസ്റ്റ് ഇടുകയും ചെയ്യുന്നത്. ഈ തള്ളയ്ക്ക് ഒരു കാലത്തും എനിക്ക് തോന്നുന്നില്ല ഇവർ നന്നാവും തോന്നുന്നില്ല. ഞാൻ ഇവരൊന്നും പൊണ്ടേ ഞാനൊന്ന് വിട്ട കേസ് കേട്ടായിരുന്നു. സത്യം പറയാലോ, കഴിഞ്ഞ 2 ദിവസം കൊണ്ട് ചില കാര്യത്തിൽ ഞാൻ കാണുന്നുണ്ട്. ഇവർ അഹങ്കാര രീതികളും സംസാര രീതികളൊക്കെ ഒരു മനുഷ്യർ പോലും പിടിക്കാത്ത ഒരു സ്ത്രീ. സത്യം പറയാലോ, കാറി തുപ്പാൻ തോന്നും. ഞാൻ അങ്ങനെ പറയുന്നതല്ല, പക്ഷെ എനിക്ക് തോന്നുന്നുണ്ട്. ഞാൻ ചില കാര്യങ്ങളൊക്കെ പേഴ്സണൽ അങ്ങ് എടുത്തു പോകും. ഇതുപോലുള്ള നാറുകട പോസ്റ്റുകളും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഞാൻ എടുത്തു പോകും. ഇങ്ങനെയുണ്ടോ? ഞാൻ ഈ യൂട്യൂബ് ഫീൽഡിൽ വന്നതിന് ശേഷമാണ് ഞാൻ കൂടുതൽ ഇവരെ കുറിച്ച് അറിയാനും തുടങ്ങിയത്, സെർച്ച് ചെയ്യാനും തുടങ്ങിയതൊക്കെ. ഞാൻ തന്നെ ഞെട്ടിപ്പോയി. നമ്മുടെ നാട്ടിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പടച്ചു വിടുന്ന ഒരു വ്യക്തി ഉണ്ടോ എന്ന് ആലോചിച്ച് പോകുന്ന ഒരു കാര്യങ്ങളാണ്. ഇന്ന് അബ്ദുൾ റഹീം നാട്ടിൽ വന്നപ്പോൾ ചേച്ചി ഒരു പോസ്റ്റ് ഇട്ടു. എന്താണെന്ന് അതിന്റെ സത്യാവസ്ഥ പോലും അറിയാത്തൊരു വർഗം, അങ്ങനെ ഞാൻ പറയത്തുള്ളൂ. ഈ അടുത്ത സമയത്ത് നന്ദഗോപൻ ഫങ്ഷൻസ് ഇതുപോലെ പള്ളിയുടെ അടുത്ത് പോയി ഒരു പാട്ടും കാര്യങ്ങളൊക്കെ പാടിയിട്ടുണ്ടായിരുന്നല്ലോ. ആ സമയത്ത് വണ്ടി മാറ്റി കൊടുത്ത് ഒരു ഇത് വെച്ചിട്ട് ഒരു പാട്ട് പാടിയപ്പോൾ അതിനെ വരെ വെച്ച് സംസാരിച്ചു. അവർക്കെതിരെ സംസാരിച്ചെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ കുട്ടികളല്ലേ എന്നും പറഞ്ഞിട്ടുള്ള രീതി, അവർക്കൊരു തെറ്റ് പറ്റിയ നമ്മളത് തിരുത്തി കൊടുക്കണം എന്നുള്ള രീതിയിലൊക്കെ ചേച്ചി വലിയ കൊണയടിക്കുകയൊക്കെ ചെയ്തായിരുന്നു. നാളെ കൊണ്ടോ സ്ത്രീയെ നിങ്ങൾക്ക്? അതുവരെ വേറെ രീതിയിലാക്കി കൊണ്ടുപോയി. വശകല. ഞാനൊരു കാര്യം പറയാം, ഞാനൊരു ഹിന്ദുവാണ്. ഞാനാണ് നിങ്ങൾക്ക് ഇതുവരെ സംസാരിക്കുന്നത്. കാരണം നീ ഇവിടെ പറയുന്നതെന്ന് വെച്ചാൽ വർഗീയതയാണ്. പറഞ്ഞു മനസ്സിലായി. ഹിന്ദുവായ ഞാൻ നിങ്ങൾക്കെതിരെയാണ് സംസാരിക്കുന്നത്. സത്യം പറയാലോ, ആ കാറി തുപ്പാൻ തോന്നുന്നത് ഞാൻ ഉള്ളത് പറയാലോ. അതുപോലെ തന്നെ ഞാൻ ആ പോസ്റ്റ് വായിക്കുന്നതിന് മുമ്പ് എനിക്കൊരു കാര്യം കൂടെ നിങ്ങളോട് പറയാനുണ്ട്. നമ്മുടെ അർജുന് അറിയാലോ, കർണാടകയിൽ പോയ സമയത്ത് ഇല്ലേ, അവിടെ മലയിടിഞ്ഞ് വീണ അർജുൻ വെള്ളത്തിൽ പോയത് എല്ലാവരും അറിഞ്ഞു കാണും. 2 വർഷം മുമ്പ് അത് ഭയങ്കര വിഷയമായിരുന്നു. അവിടെ മനാഫ് എന്ന് പറഞ്ഞ് ആ ലോറി ഉടമ എല്ലാവർക്കും ഓർമ്മ കാണുമെന്ന് തോന്നുന്നുണ്ട്. അദ്ദേഹം ഈ പറഞ്ഞ അർജുൻ്റെ ഫാമിലി ഏറ്റെടുക്കാന്ന് പറഞ്ഞു, എല്ലാ സഹായം ചെയ്യാന്ന് പറഞ്ഞു, ആ കുട്ടിയെ മോനെ പോലെ കാണാമെന്ന് പറഞ്ഞപ്പോൾ പോലും അതുപോലും വളച്ചൊടിച്ചൊരു സ്ത്രീയാണ് ഇവർ. അതിന്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ഭാര്യയായിട്ട് അങ്ങനെയാണ് അതുവരെ പറഞ്ഞു. ഇവരൊക്കെ പുച്ഛമോടെ എനിക്ക് ഇവരോടൊക്കെ. ഓക്കെ, ശല്യം തീർന്നെന്ന് കരുതിയപ്പോഴാണ് പിന്നെയും വരുന്നത്. ഒരുപാട് കേസ് കേട്ടുണ്ട് ഈ സ്ത്രീകളെ കുറിച്ച് പറയുവാണെങ്കിൽ. ഒരുപാടുണ്ട്. നമുക്ക് വലിച്ചെറിഞ്ഞ് മലത്തിയടിച്ചത്. അങ്ങനെ ഒരു വിഷം. കുറെ ആൾക്കാർ പറയും നമ്മൾ വീഡിയോയുടെ മുമ്പിൽ ഇരുന്ന് ഷോ ഓഫ് കാണിക്കുമായിരിക്കും ഇതുപോലുള്ള കാര്യം. അല്ല, എനിക്ക് എന്റെ ദേഷ്യം ഞാനത് പേഴ്സണലായിട്ട് അങ്ങ് എടുക്കും. ഞാൻ കുറെയൊക്കെ കൺട്രോൾ ചെയ്തതാണ്. പോട്ടെ കുറെയൊക്കെ കൺട്രോൾ ചെയ്ത് കളയാന്നൊക്കെ വിചാരിച്ച ഈ അടുത്ത സമയത്ത് അങ്ങനെയൊക്കെ പോയത്. പക്ഷെ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ കാണുമ്പോൾ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. എന്തായാലും വിശകല ഇത് കാണുമ്പോൾ ഞാൻ വിശകലയ്ക്ക് വെച്ച് തരാം. എൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് കറക്റ്റ് കാര്യങ്ങൾ ഞാൻ വെച്ചുതരാം. ഇപ്പം അവരെനിക്ക് പോസ്റ്റ് ഞാൻ വായിച്ചു തരാം. വീരരാധനയാകാം, പക്ഷെ ഒരു കൊലക്കേസ് പ്രതി കൊന്നോ അവൻ കൊന്നോ? നിങ്ങൾ കണ്ടോ അവൻ കൊല്ലുന്നേ? അവൻ കൊന്നിട്ടില്ല. ഒരു കൊലക്കേസിലെ പ്രതി, അതും ഒരു ഭിന്നശേഷിക്കാരനായ ബാലനെ കൊന്ന കേസിൽ ജയിൽവാസം കഴിഞ്ഞിറങ്ങിയ ഒരു പ്രതി. ഓക്കെ, എടാ ആ ആള് വർഷങ്ങളായിട്ട് കിടപ്പിലാണ്. അവരുടെ അച്ഛനാണ് ഈ പറയുന്ന കൂട്ട് അദ്ദേഹത്തിനെ ഏൽപ്പിക്കുകയൊക്കെ ചെയ്തത്. അദ്ദേഹത്തിനെ 1 മാസം കൊണ്ട് നോക്കുന്നത് ഈ റഹീമായിരുന്നു കൊണ്ട് നോക്കുകയൊക്കെ ചെയ്യുന്നത്. അങ്ങനെ വണ്ടി പോകുന്നതിൻ്റെ അടുത്തുള്ള സംഭവമാണ്. ഇയാൾ വണ്ടി ഓടിക്കുക. ഞാൻ അതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയുന്നില്ല. ഞാൻ എൻ്റെ കറക്റ്റ് ഡീറ്റെയിൽസ് ഞാൻ നിങ്ങൾക്ക് വെച്ച് തരാം. ഓക്കെ, നമുക്ക് കഴിയും, മറ്റാർക്കും കഴിയില്ല, ഇത് കേരളമല്ലേ എന്നും പറഞ്ഞ് ഓക്കെ ബാക്കി കേട്ട ബോസ് എനിക്ക് എന്തോ പറയുന്നത് പോലും അറിയാൻ പറ്റാത്തൊരവസ്ഥയാണ്. വലിച്ചു കയറി കൊല്ലാനുള്ള ദേഷ്യം വരുന്നുണ്ട്. നമുക്കേ കഴിയൂ, മറ്റാർക്കും കഴിയില്ല, ഇത് കേരളമല്ലേ എന്നും പറഞ്ഞുള്ള രീതിയിലാണ്. ഇതുപോലുള്ള വിഷം തുപ്പുന്നവരെ ഒന്നും ഈശ്വരാ ഞാനൊന്നും പറയുന്നില്ല. പറഞ്ഞാൽ കൂടിപ്പോ. എന്തായാലും നിങ്ങൾക്ക് ഞാനൊരു വീഡിയോ വെച്ച് തരാം. ആ ഒരു വീഡിയോ നിങ്ങൾ കാണണം. നിങ്ങൾ പറ, ഈ ശശികലയെ കുറിച്ച് എന്താ നിങ്ങൾക്ക് അഭിപ്രായം എന്ന് വെച്ചാൽ അത് കമന്റ് ബോക്സിൽ പറ. എങ്ങനെ ഈ ഒരു സ്ത്രീ, വിഷം തുപ്പുന്ന ഒരു സ്ത്രീ, നാശമൊക്കെ എത്തിപ്പിടിക്കത്തില്ല കേട്ടോ. സീരിയസ്ലി 6-ലാണ് നമ്മുടെ ഈ അബ്ദുൾ റഹീം ഒരു ഡ്രൈവർ വേക്കൻസിയിൽ പേട്ട് പെണ്ണുമ്പോളെ അഥവാ ഈ വീഡിയോ കാണുവാണെങ്കിൽ ഇരുന്ന് കാണും പോകുന്നത്. ആ സമയത്ത് അവിടെ അദ്ദേഹത്തിന് അൽ അസീസി ഏരിയയിലെ ഒരു ഹൈപ്പർ പണ്ട മാർക്കറ്റ് സമീപിച്ചൊരു അപകടം ഉണ്ടാവുന്നത്. ആ അപകടത്തിലാണ് അദ്ദേഹത്തിനോടൊപ്പം ആ വാഹനത്തിൽ സഞ്ചരിച്ചിരുന്ന അദ്ദേഹത്തിന്റെ സ്പോൺസറുടെ മകൻ, 15 വയസ്സുള്ള മകൻ, നേരത്തെ തന്നെ ഒരു അപകടത്തിൽപ്പെട്ട് അദ്ദേഹത്തിന്റെ ചലനശേഷിയൊക്കെ നഷ്ടപ്പെട്ടിരുന്നതാണ്. വൈദ്യോപകരണങ്ങളുടെ സഹായത്തോടു കൂടി മാത്രമാണ് ഈ 15 വയസ്സുള്ള അനസ്
എന്ന് പറയുന്ന ഒരു കുട്ടി, ആ കുട്ടി ഈ ഡ്രൈവറായ നമ്മുടെ അബ്ദുൾ റഹീമിനോടൊപ്പം സഞ്ചരിക്കുമ്പോൾ ട്രാഫിക് സിഗ്നലിൽ വണ്ടി നിർത്തി. ആ സമയത്ത് വളരെ പെട്ടെന്ന് ഈ അനസ് ആ സിഗ്നൽ ലംഘിച്ചു പോകാൻ പറഞ്ഞപ്പോൾ അബ്ദുൾ റഹീം അത് കഴിയില്ല എന്ന് പറഞ്ഞു. പക്ഷെ ആ സമയത്ത് വളരെ രോഷാകുലാവുകയും അങ്ങനെ വല്ലാതെ രീതിയിൽ പ്രതികരിക്കുകയും ചെയ്തു. ആ സമയത്ത് കൈതട്ടിയാണ് അബദ്ധത്തിൽ ഈ വൈദ്യോപകരണത്തിന്റെ ഒരു ഭാഗം വിട്ടുപോകുന്നു. ആ സമയത്താണ് ശ്വാസം കിട്ടാതെ ബുദ്ധിമുട്ടുന്നത്. വളരെ പെട്ടെന്ന് തന്നെ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നുണ്ട് അബ്ദുൾ റഹീം. പക്ഷെ അവിടെ എത്തുമ്പോഴേക്കും മരണം സംഭവിക്കുകയും ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ അബ്ദുൾ റഹീം ഈ കുട്ടിയുടെ ജീവൻ എടുക്കാൻ വേണ്ടി കരുതിക്കൂട്ടി ചെയ്തൊരു കൊലപാതകമേ അല്ല. അതൊരു കയ്യബദ്ധത്തിൽ അന്ന് അവിടെ സംഭവിച്ചു പോയതാണ് ഒരു യാത്രാവേളയിൽ. അതും ഈ കുട്ടിയെ തന്നെ നോക്കുന്ന ചുമതലയായിരുന്നു ഒരു മാസമായിട്ട് നിർവഹിച്ചുകൊണ്ടിരുന്നത്. ആർക്കും ഒരു പരാതി ഉണ്ടായിരുന്നില്ല. അറിയാമല്ലോ, കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് ഈ അപകടത്തിന് ശേഷം ചലനശേഷി നഷ്ടപ്പെട്ട് കിടന്ന 15 വയസ്സുകാരൻ അയാളെ ഒന്ന് പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ പെട്ടെന്ന് വയലന്റ് ആവുകയും ആ സമയത്താണ് ഈ അബ്ദുൾ റഹീമിനെ അടക്കം ആക്രമിക്കാനോ ഒക്കെ ശ്രമിക്കുന്നുണ്ട് കൈയൊക്കെ എടുത്തിട്ട്. ആ സമയത്ത് വണ്ടി ഓടിക്ക് പോകാൻ പറ്റില്ല. പ്രേക്ഷകർക്ക് അറിയാവുന്ന പോലെ സൗദിയിലെ ട്രാഫിക് നിയമങ്ങൾ വളരെ കർക്കശമുള്ള ട്രാഫിക് നിയമങ്ങളാണ്. ലംഘിച്ചു പോകാനും കഴിയാത്ത സാഹചര്യമുണ്ട്. അതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ അബ്ദുൾ റഹീം ഈ ദുരുദ്ദേശത്തോടു കൂടി ഈ കുഞ്ഞിനെ അപായപ്പെടുത്തിയതാണെന്ന് നിങ്ങൾ ആരും ധരിക്കേണ്ട. നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് അത് ഒരു യാത്രാമധ്യയിൽ സംഭവിച്ചു പോയ ഒരു കയ്യബദ്ധം മാത്രമായിരുന്നു. പക്ഷെ അതിന്റെ പേരിൽ അബ്ദുൾ റഹീമിന് 20 വർഷം, അതാണ് സൗദിയിലെ നിയമം. നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ലല്ലോ, അവിടുത്തെ പൗരന്റെ കുട്ടിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ 20 വർഷം 15 വയസ്സുള്ള കുഞ്ഞ് കയ്യബദ്ധത്തിൽ ഇങ്ങനെ ജീവൻ നഷ്ടപ്പെട്ടു പോകുമ്പോൾ 20 വർഷമാണ് ജയിലിൽ കിടക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടായത്. പല രീതിയിലും ബാധിച്ചെങ്കിലും അവിടുത്തെ നിയമം അനുസരിച്ച് ഒന്നുകിൽ ആ കുടുംബം തിഹാസനം സ്വീകരിച്ച് വേണം. വധശിക്ഷയിൽ നിന്ന് ഒഴിവായി അത് 20 വർഷത്തെ ശിക്ഷയായിട്ട് കുറയുന്നു. 20 വർഷത്തെ ശിക്ഷ അനുഭവിച്ച് തിഹാസനം കൊടുത്ത് 34 കോടി രൂപ ബ്ലഡ് മണി കൊടുത്താണ് അബ്ദുൾ റഹീം ഇന്ന് പുറത്തേക്ക് വരുന്നത്. ആ പണം സ്വരൂപിക്കാൻ വേണ്ടി ആഗോള മലയാളികൾ എല്ലാവരും ഒരുമിച്ചു നിന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് അബ്ദുൾ റഹീമിന് ഒരു ക്രിമിനലായ ഒരു കാരണവശാലും നിങ്ങൾ കണക്കാക്കരുത്. ആ അർത്ഥത്തിൽ നമുക്കൊക്കെ എപ്പോൾ വേണമെങ്കിലും ഒരു കയ്യബദ്ധം സംഭവിക്കാമല്ലോ, അല്ലെ? അപ്പൊ അത് ശരിക്കും പറഞ്ഞാൽ ഇവിടെയാണെങ്കിൽ അത് എന്താണ് കയ്യബദ്ധത്തിൽ വാഹനം ഓടിക്കുന്ന സമയത്ത് ഒരാൾക്ക് അപകടം സംഭവിച്ച് ജീവൻ നഷ്ടപ്പെട്ടു പോയാൽ അയാളെ വധശിക്ഷയ്ക്ക് വിധിക്കുകയല്ലോ, ജീവനന്തം ശിക്ഷിക്കുകയല്ലോ ചെയ്യുന്നത്. അപ്പൊ അതാണ് അവിടെയും സംഭവിച്ചു പോയത്. അതല്ലാതെ കരുതിക്കൂട്ടിയുള്ള ഒരു കൊലപാതകമേ ആയിരുന്നില്ല എന്നുള്ളതാണ്. അതെല്ലാവർക്കും അറിയാവുന്നത് കൊണ്ടാണ് ആ ബ്ലഡ് മണി ആ കുടുംബം സ്വീകരിക്കുന്നത്. മനസ്സിലായല്ലോ എന്തിനാണ് ഈ വിശകലെ പോലുള്ളവന്മാരൊക്കെ ഇതുപോലുള്ള കാര്യങ്ങൾ പടച്ചു വിടുന്നത്. അത് ഏറ്റുപിടിക്കാൻ കുറെ ആൾക്കാരും കമന്റ് ഇടാനും ലൈക്ക് അടിക്കാനും കൈ കൊട്ടി ആഘോഷിക്കാനും എന്താ ഞാൻ ചോദിച്ചു പോകുന്നത്. അവനെന്താ മുസ്ലിം ആയിട്ടാണോ നിനക്കൊക്കെ ഇത്ര ഇത്? എന്റെ കൂട്ടുകാരും ഉണ്ട്, മുസ്ലിംസും ഉണ്ട്, ക്രിസ്ത്യൻസും എല്ലാം ഉണ്ട്. എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട്, അൻഫർ എന്നാ പേര്, മലപ്പുറത്താ വീട്, മലപ്പുറത്ത്. ഞാൻ അവിടെ പോകുമ്പോൾ അവരെങ്ങനെയാ നമ്മളെയൊക്കെ കാണുന്നത്. ചില ആൾക്കാരൊക്കെ ഉണ്ട് എല്ലാ ജാതിയിലും അങ്ങോട്ടൊക്കെ ഇതുപോലെ മതഭ്രാന്ത് പിടിച്ചിരിക്കുന്ന കുറെ നാറുകളൊക്കെ ഉണ്ട്, ഉള്ള കാര്യം ഞാൻ പറയാം. പക്ഷെ ഇവരെ പോലെ ഒരു വിഷമത്തിന് ഞാൻ കണ്ടിട്ടില്ല. ഞാൻ എൻ്റെ കൂട്ടുകാരൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ അവർ ഏത് രീതിയിൽ എന്നെ കാണുന്നറിയാവോ? ഏത് രീതിയിലാണ് അവരവരുടെ എന്താ പറയാ. ഇപ്പൊ ഇങ്ങനെയൊക്കെ നിങ്ങൾ എപ്പോഴും പറയും മറ്റവരെ അടുപ്പിക്കത്തില്ല അങ്ങനെയാണെന്നൊക്കെ. ഒരു ഹിന്ദു ആയ ഞാൻ പറയുന്നത് ശരിയല്ല. എന്നെ അവരവരുടെ റൂമിൽ കിടത്തുന്നത് മീൻസ് അവരുടെ എന്താ പറയാ, ഞാൻ പറഞ്ഞ ഒന്നും ശരിയാകത്തില്ല, പറഞ്ഞാൽ ചിലപ്പോൾ കൂടിപ്പോവും. പറഞ്ഞിട്ട് കാര്യമില്ല. സ്വന്തം മക്കളെ പോലൊക്കെ ഒരുപാട് ആൾക്കാരുണ്ട്, ഒരുപാട് ആൾക്കാരുണ്ട്. പറഞ്ഞു വെച്ച് നോക്കുവാണെങ്കിൽ ഒരുപാട് ആൾക്കാരുണ്ട് നമുക്ക് വേണ്ടപ്പെട്ടവർ എല്ലാ മതത്തിലും. ഈ ഒരു കാലത്ത് ഈ സ്നേഹവും ഇതൊക്കെ ആയിട്ട് അങ്ങ് പോകുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. ഇപ്പൊ കാലം മാറി വശകലെ പിള്ളേരും ഭയങ്കര അപ്ഡേറ്റും കാര്യങ്ങളൊക്കെയാണ്. ഇപ്പോഴും ജാതി മതം അതൊക്കെ ഇപ്പോഴത്തെ പിള്ളേരുടെ അടുത്ത് നിങ്ങളുടെ ഈ തൊലിഞ്ഞ സംസാരമായിട്ടൊന്ന് ഇറങ്ങിച്ചെന്നാൽ അവർ കാറി തുപ്പും നിങ്ങളെ. ഞാൻ ഉള്ള കാര്യം പറയാലോ, എനിക്കൊരു പേടിയില്ല, ഞാൻ ഉള്ള കാര്യം തുറന്ന് പറയാം. ഒരു പേടിയും പേടിക്കേണ്ട ആവശ്യമില്ല. ചിലപ്പം ഇത് സംസാരിക്കുമെന്ന് എനിക്കറിയത്തില്ല. പല ആൾക്കാരും 1-2 ആൾക്കാർ സംസാരിക്കുമ്പോൾ അതിൽ സംസാരിക്കുമ്പോൾ ഒരു ട്രെൻഡ് മോച്ചോ എന്ന് പറഞ്ഞൊരു ചേട്ടനുണ്ട്, പുള്ളിക്കാരൻ ചിലപ്പോൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുക ഇതറിഞ്ഞ. പിന്നെ സന്ദീപ് റീൽസ് ഇവരൊക്കെ കണ്ട വലിച്ചു കയറി വിടും. പിന്നെ അഴുത്തു ബാക്കി എല്ലാവരും ഒക്കെ അവിടെ ഇവിടെ താങ്ങി നടക്കുന്ന കുറേ ആൾക്കാരുണ്ട്. ഇതുപോലുള്ള കാര്യങ്ങളൊന്നും സംസാരിക്കത്തില്ല. കാരണം വല്ല വള്ളി കിട്ടുമോ എന്നും പേടിച്ചിരിക്കുന്ന കുറേ നാറികൾ. വെറുതെ ഇവിടെ ഇരുത്തി സ്ത്രീയൊന്നും ഇവിടെ എന്താ പറയണ്ടേ, മുസ്ലിം ആണെങ്കിലും ഹിന്ദു ആണെങ്കിലും കുറെ ഈ ജാതി പിടിച്ച് നടക്കുന്ന കുറെ ആൾക്കാരുണ്ട്. 1, 2, 3 കീടാനുക്കൾ എന്ന് വേണമെങ്കിൽ ഞാൻ പറയാം. ബാക്കിയുള്ള ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞാൽ ഇവിടെ ജാതിയില്ല, മതമില്ല, ഒരു പഴവും ഇല്ല. നീയൊക്കെ കൂടെ ഉണ്ടാക്കിയാണ് ഇവിടെ ഇത്രയും വഷളാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇനി കേരളവും കൂടെ ഉണപ്പിക്കായിരുന്നാൽ മാത്രം മതി. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ഇന്ന് ആ ഉമ്മയുടെ സന്തോഷം അവിടെ കൂടുതലൊരു ഒന്നും വേണ്ട. ആ ഉമ്മയുടെ സന്തോഷം ഒന്ന് കാണണം നിങ്ങൾ. ആ ഉമ്മയുടെ സന്തോഷം ഇവക്കൊക്കെ അതെങ്ങനെ ഇവിടേക്ക് ഇനി ഏത് തരവാണെന്ന് ആർക്കറിയാം. പറഞ്ഞാൽ കൂടും. ഉമ്മയുടെ സന്തോഷം എല്ലാവരും കണ്ടല്ലോ. അതിൻ്റെ അപ്പുറം ഒന്നുമില്ല എൻ്റെ വിശകലെ. നീ വിഷം തുപ്പിക്കൊണ്ട് അവിടെ ഇരുന്നാൽ മതി. കണ്ടോ, നിനക്കൊരു മുറിവ് പറ്റുമ്പോൾ നീ അവിടെ തെന്നി അടിച്ച് വീഴുമ്പോൾ ആ വിഷം നിൻ്റെ ഉള്ളിൽ കയറും. വശത്തിൻ്റെ അടുത്ത് നീ തെന്നി അടിച്ച് വീഴുമ്പോൾ ആ വിഷം നിൻ്റെ ഉള്ളിൽ കയറും. അപ്പം നിനക്ക് മനസ്സിലാവും. താൻ കുഴിച്ച കുഴി താൻ തന്നെ വീഴുമെന്ന് പറയത്തില്ല. ഒരു നാൾ നിങ്ങൾ വീഴും, അത്രേ പറയത്തുള്ളൂ. ഒന്ന് റോഡിൽ വീണ് കിടന്ന് കഴിയുമ്പോൾ
ഞാനൊരു കാര്യം പറയാം, ഹിന്ദുവിൻ്റെ ആണോ മുസ്ലിമിൻ്റെ ആണോ ആരെങ്കിലും എടുക്കാൻ പറയുകയാണെങ്കിൽ നീ ഹിന്ദു ആണോ മുസ്ലിം ആണോ എന്ന് ചോദിക്കുമോ നീ, അല്ലെങ്കിൽ ക്രിസ്ത്യാനി ആണോ എന്ന് ചോദിക്കുമോ? എവിടെയെങ്കിലും ഉരുണ്ട് വീണ് കഴിഞ്ഞാലാ ചോദിക്കുവോ? വിശകലയുടെ ചോദിക്കുന്നേ. ഈ ചിന്താഗതിയായിട്ട് പോവുകയാണെങ്കിൽ ഇനി വല്ലതും വരുവാണെങ്കിൽ ഇതല്ലേ എൻ്റെ അപ്പുറം ഞാൻ പറയും ബ്ലഡി ഗ്രാമവാസി.